ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മന്ത്രിസഭ രൂപീകരണ ചർച്ച വേഗത്തിലാക്കി കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകും. 5 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ച ലീഗ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പ്രകടമാക്കി മാണി സി കാപ്പനും അനൂപ് ജേക്കബും. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന പരിശോധനയിൽ കണ്ടെത്തി. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. ഇന്ധനവില വർധനവിൽ നടുവൊടിഞ്ഞ് സ്വകാര്യ ബസ് വ്യവസായം. CPM നടത്തറ ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. തൃശൂർ നഗരത്തിൽ യാത്രികരെ വലച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി റോഡിലിട്ടിരിക്കുന്നത്. തൃശൂർ നഗരമധ്യത്തിലെ ഫ്ളാറ്റിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. തമിഴ്നാട് സ്വദേശി പളനിസ്വാമിയെയാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. VD സതീശന്റെ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ച അതിവേഗത്തിലാക്കി കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകും. PC വിഷ്ണുനാഥ്, M ലിജു, K മുരളീധരൻ, AP അനിൽകുമാർ, സണ്ണി ജോസഫ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. റോജി M ജോൺ, ഷാനിമോൾ ഉസ്മാൻ, VT ബൽറാം എന്നിവർ അന്തിമ പട്ടികയിൽ. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് കോൺഗ്രസിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാവുക. VD സതീശൻ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, പാറയ്ക്കൽ അബ്ദുള്ള എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. 5-ാം മന്ത്രിയായി AKM അഷ്റഫോ VE അബ്ദുൽ ഗഫൂറോ മന്ത്രിയാകും. 2 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഘടകകക്ഷികളിൽ നിന്ന് അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, CP ജോൺ, മാണി സി കാപ്പൻ എന്നിവർ മന്ത്രിമാരാകും. അതേസമയം ടേം വ്യവസ്ഥയിൽ അനൂപ് ജേക്കബും മാണി സി കാപ്പനും അതൃപ്തി അറിയിച്ചു. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കൊൽക്കത്ത സുവോളജിക്കൽ ലാബിലെ പരിശോധനയിലാണ് കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ കിട്ടിയതിന് പിന്നാലെ വനം വകുപ്പ് വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് പുലിപ്പല്ല് കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പ് വേടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. 3 വർഷം തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. തനിക്ക് ശ്രീലങ്കൻ വംശജനായ രഞ്ജിത്ത് കുമ്പിടി എന്ന ആൾ തന്നതാണ് പുലിപ്പല്ലെന്ന് വേടൻ പറഞ്ഞിരുന്നു. എന്നാൽ വേടന്റെ ഫോണും സാമൂഹ്യ മാധ്യമ അക്കൌണ്ടും ഉൾപ്പെടെ പരിശോധിച്ചിട്ടും രഞ്ജിത്ത് എന്നയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഒറ്റയടിക്കുള്ള വർധനയാണ് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നത്. ഇന്ധനവില വർധന സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും. വരുമാനം വർദ്ധിക്കാതെ ചെലവുകൾ മാത്രം കുതിച്ചുയരുന്നത് ഇടത്തരക്കാരുടെ സമ്പാദ്യങ്ങളെയും ജീവിത നിലവാരത്തെയും ബാധിക്കും. പച്ചക്കറി, അരി, മറ്റു പലചരക്ക് സാധനങ്ങൾ എന്നിവയ്ക്കായി ഇതര സംസ്ഥാനങ്ങളെയാണ് കേരളം ആശ്രയിക്കുന്നത്. ഡീസൽ വില കൂട്ടിയതോടെ ചരക്ക് കടത്തുകൂലി ഉയരും. ഇത് മൊത്ത വ്യാപാര, ചില്ലറ വ്യാപാര മേഖലകളിൽ വിലക്കയറ്റത്തിന് കാരണമാകും. ചരക്ക് കടത്തുകൂലി വർദ്ധിക്കുന്നത് സിമന്റ്, മണൽ, കമ്പി തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളുടെ വില ഉയരുന്നതും കെട്ടിട നിർമ്മാണ മേഖലയെ ബാധിക്കും. ഇന്ധന വില വർധന പൊതുഗതാഗത മേഖലയിലെ നിരക്ക് വർധനയ്ക്കും കാരണമാകും. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്കും സ്വകാര്യ ബസ്സുകൾക്കും ഡീസൽ നിരക്ക് വർധന ആഘാതമാണ്. വരുമാനത്തിലെ ഇടിവും ഉയർന്ന പ്രവർത്തന ചെലവും കാരണം ബസ് വ്യവസായം ഇപ്പോൾ തന്നെ തകർച്ചയിലാണ്.
ബസ് ചാർജ് വർധനയ്ക്കായി ഉടമകൾ സമ്മർദ്ദം ശക്തമാക്കാൻ സാധ്യതയുമുണ്ട്. നിരക്ക് വർധനയ്ക്കായി ഓട്ടോറിക്ഷ, ടാക്സി മേഖലയും ആവശ്യമുന്നയിക്കുമെന്നുറപ്പാണ്. വാണിജ്യ LPG നിരക്കിന് പിന്നാലെ ഇന്ധനവിലയും ഉയർന്നത് ഹോട്ടൽ വ്യാപാരികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. LPG വിലവർധന കാരണം പല ഹോട്ടലുകളും ഇതിനകം പൂട്ടിക്കഴിഞ്ഞു. പല ഹോട്ടലുകളും പൂട്ടലിന്റെ വക്കിലുമാണ്. ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വിലവർധനയ്ക്കും ഇന്ധന വിലവർധന കാരണമാകും. TCV ന്യൂസ്, തൃശൂർ. ഇന്ധനവില വർധനവിൽ നടുവൊടിഞ്ഞ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം. സ്ത്രീകൾക്കുള്ള UDFന്റെ സൗജന്യ യാത്രാ പ്രഖ്യാപനം മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബസ് ഉടമസ്ഥ സംഘടനകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ലഭ്യതയിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധിയും വിലവർധനയും ദൈനംദിന ജീവിതത്തെ നാൾക്കുനാൾ പ്രതികൂലമായി ബാധിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ മേഖലയാണ് സ്വകാര്യ ബസ് വ്യവസായം. ഇരുട്ടടി പോലെ 3 രൂപയിലധികം ഡീസൽ വിലവർധനവുണ്ടായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മേഖല. ഡീസലിന് 3 രൂപ 17 പൈസ 1 ലിറ്ററിനാണ് ഇപ്പോൾ വർധനവുണ്ടായിട്ടുള്ളത്. ഇപ്പം ശരാശരി ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഒരു 80 ലിറ്റർ ഒരു ബസ്സിന് അടിക്കും. ഇപ്പം ഏകദേശം 300 രൂപയോളം ശരാശരി ഒരു ബസ്സിന് ഇപ്പോൾ വർധനവുണ്ടാകുന്നുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ, ഗിയർ ഓയിൽ, ഗ്രീസിനും എല്ലാത്തിനും വില കൂടുകയല്ലേ. ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ചെലവുകൾ പോലും വർദ്ധിക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി സർക്കാർ തലത്തിൽ ഉണ്ടാകണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പറയാനുള്ളത് സ്വകാര്യ ബസ് സർവീസിനെ നിലനിർത്താനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. ബസ്സുകളുടെ പ്രവർത്തന ചെലവിന്റെ വില വർധനവ് അനുസരിച്ച് ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള UDFന്റെ പ്രഖ്യാപനത്തെയും ബസ് ഉടമകൾ എതിർത്തു. സാമ്പത്തികമായി തകർന്ന മേഖലയെ ഇത് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന വിലയിരുത്തലാണ് കാരണം. പ്രളയം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അവശതയിലായി. കോവിഡ് വന്നതോടുകൂടി ഞങ്ങളുടെ നട്ടെല്ലോടി ഒന്ന് ശ്വാസം വീണ് ഞങ്ങളിപ്പോൾ നിൽക്കുക. അപ്പോഴാണ് സ്ത്രീകൾക്ക് സൗജന്യം കൊണ്ടുവരുന്നത്. KSRTCയിൽ സ്ത്രീകൾക്ക് ഇവിടെ സൗജന്യം നൽകിയാൽ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളൊക്കെ KSRTC കയറും. പ്രൈവറ്റ് ബസ്സിൽ ആളുണ്ടാവോ? ഞങ്ങൾക്ക് ടാക്സ് അടയ്ക്കണ്ടേ? ഇത് നടപ്പിലാക്കിയ ഇതര സംസ്ഥാനങ്ങളുടെ നിലവിലെ സ്ഥിതിയും മറ്റും പഠിച്ച ശേഷമേ കേരളത്തിൽ നടപ്പിലാക്കാവൂ എന്നാണ് ബസ് ഉടമസ്ഥ സംഘടനകളുടെ വാദം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് ഇപ്പം നടക്കുന്നതും കൂടി ഒന്ന് അദ്ദേഹം പഠിക്കണം. അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വയ്ക്കണം. മേഖലയുടെ നിലനിൽപ്പിന് വിദ്യാർത്ഥികളുടെ കൺസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവും ബസ് ഉടമകൾ ആവർത്തിക്കുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 50% ആക്കണമെന്ന്. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 50% ഈ മേഖലയിലെ 100% പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി. അതിനുള്ള ഒരു തന്റേടം ഗവൺമെന്റ് കാണിക്കും. നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രതാപകാലത്തിന് മങ്ങലേറ്റു തുടങ്ങിയ സ്വകാര്യ ബസ് വ്യവസായം പലവിധ പ്രതിസന്ധികളാൽ ഇപ്പോൾ ഏതു നിമിഷവും കട്ടപ്പുറത്തായേക്കാമെന്ന സ്ഥിതിയിലാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ റോയ്ക്കൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ തുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെ സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള CPM ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന നേതാക്കളുടെ ഫോട്ടോയിലാണ് പെട്രോൾ ബോംബ് പതിച്ചത്. തീയും പുകയും കണ്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് തീയണച്ചത്. ഒള്ളൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ കഞ്ചാവ് ലഹരി മാഫിയ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ പറഞ്ഞു. ഒരു കൂട്ടം വരുന്ന ക്രിമിനൽ, അതോടൊപ്പം തന്നെ കഞ്ചാവ് മാഫിയ സംഘങ്ങൾ കുറച്ച് നാളുകളായി ചേരുംകുഴി പ്രദേശത്ത് ജനജീവിതത്തിന് ഭീഷണിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് CPM പ്രവർത്തകർക്ക് നേരെ ആക്രമണം സംഘടിപ്പിച്ചു. പിന്നീട് ഇന്നലെ രാത്രിയാണ് CPMന്റെ ഓഫീസിന് നേരെ ബോംബ് ഉൾപ്പെടെ എറിഞ്ഞത്. ഇവിടുത്തെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ചില ആളുകൾ കൂടി ഈ പ്രദേശത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം കഞ്ചാവ് ക്രിമിനൽ മാഫിയ സംഘങ്ങൾക്കും അതിന് ഒത്താശ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിൽ ഉയരുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇതിൻ്റെ തെറ്റുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നഗരയാത്രികരെ വലച്ച് പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകൾ മാറ്റാതെ അലക്ഷ്യമായി റോഡിൽ തന്നെ ഇട്ടിരിക്കുന്നത് അപകടക്കെണിയാകുന്നു. പൂരത്തിന്റെ സുരക്ഷയ്ക്കായി എത്തിച്ച പോലീസിന്റെ ബാരിക്കേഡുകളാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഭീഷണി ഉയർത്തുന്നത്. വാഹനയാത്രികർക്കടക്കം വലിയ ഭീഷണിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞ് 3 ആഴ്ചകൾ പിന്നിട്ടു. പക്ഷേ പൂരം സുരക്ഷയ്ക്കായി നഗരത്തിലെ റോഡുകളിൽ പോലീസ് നിരത്തിയ ബാരിക്കേഡുകൾ പലതും പൂരനഗരി വിട്ടിട്ടില്ല. ഏറെ തിരക്കേറിയ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ 10ലേറെ ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി കിടക്കുന്നത്. ഇത് സൃഷ്ടിക്കുന്നതാകട്ടെ വലിയ അപകട സാധ്യതയും. പലപ്പോഴും ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുന്ന ഇടമാണ് സ്വരാജ് റൗണ്ട്. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു കണക്കെ വഴിമുടക്കികളായി ബാരിക്കേഡുകളും. നായ്ക്കനാൽ, ബിനി പരിസരം, പാറമേക്കാവ് പരിസരം, ബാറ്റ പരിസരം, മണികണ്ഠനാൽ പരിസരം എന്നിവിടങ്ങളിലാണ് അനാഥമായി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇവ നിലകൊള്ളുന്നത്. നായ്ക്കനാലിൽ സിഗ്നലിനോട് ചേർന്നാണെങ്കിൽ മണികണ്ഠനാൽ പരിസരത്ത് കൃത്യം റോഡിലെ വളവിൽ തന്നെ. ഇതാകട്ടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ്. തുരുമ്പെടുത്തും കാലുകൾ ചെരിഞ്ഞും നിൽക്കുന്ന ചിലതാകട്ടെ വഴിയാത്രക്കാരിലും ഇരുചക്ര വാഹന യാത്രികരിലും സൃഷ്ടിക്കുന്ന ഭീതി ചെറുതല്ല. സമയബന്ധിതമായി ഇവ നീക്കി എല്ലാ വിഭാഗം യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കേണ്ട പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഒട്ടും നിസ്സാരമല്ലാത്ത ഈ അലംഭാവം. അതിനാൽ എത്രയും വേഗം ഇവ റോഡിൽ നിന്നും മാറ്റണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പൂരം പിരിഞ്ഞ് 1 മാസമാകുമ്പോഴും പോലീസിന്റെ ഭീഷണി സൃഷ്ടിക്കുന്ന ഈ ബാരിക്കേഡുകളിനി എന്ന് മാറ്റുമെന്ന കാത്തിരിപ്പിലാണ് ഓരോ വാഹനയാത്രികരും. സ്വരാജ് റൗണ്ടിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് ബലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. തൃശൂർ നഗരമധ്യത്തിലെ ഫ്ളാറ്റിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും വിവിധ വകുപ്പുകളിലായി 12 വർഷം കഠിന തടവും 9 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തമിഴ്നാട് സ്വദേശി പളനിസ്വാമിയെയാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് K. കമനീസ് ശിക്ഷിച്ചത്. 2018 ജൂലൈ 27-നാണ് വെളിയന്നൂരിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച് യുവതിയെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയത്. സ്വർണ്ണാഭരണങ്ങളും 8,75,000 രൂപയും കവരുകയും ചെയ്തിരുന്നു. തമിഴ്നാട് സ്വദേശിയായ ശശികുമാറിന്റെ ഭാര്യ മഹേശ്വരിയാണ് കൊല്ലപ്പെട്ടത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ കോടതിയിൽ ഹാജരായി. തൃശൂർ പുത്തൻ പീടികയിൽ ഭാര്യ വീടിനു നേരെ ഭർത്താവിന്റെ ആക്രമണം. ജനൽ ചില്ലുകൾ തകർത്തു. തണ്ടാശ്ശേരി രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. രാധാകൃഷ്ണന്റെ മകളുടെ ഭർത്താവായ തളിക്കുളം സ്വദേശിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി.
ആക്രമണം നടക്കുമ്പോൾ രാധാകൃഷ്ണന്റെ ഭാര്യയും മകളും കൊച്ചുമകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അക്രമാസക്തനായി എത്തിയ പ്രതി വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. തുടർന്ന് പോലീസ് എത്തുമ്പോഴേക്കും സ്ഥലത്തുനിന്ന് കടന്നുകളയുകയും ചെയ്തിരുന്നു. പിന്നീട് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തി ഇവരുടെ വീടിന് മുന്നിൽ വെച്ചിരുന്ന ഇരുചക്രവാഹനം തീയിട്ട് നശിപ്പിക്കുകയായിരുന്നു. ഇയാൾ 10 മാസം മുൻപ് ഈ വീട്ടിൽ ആക്രമണം നടത്തിയിട്ടുള്ളതായി കുടുംബം പറയുന്നു. 7 മണി ആയിട്ടുണ്ട് വരുമ്പോൾ 7 മണി 7:15 സമയത്ത് വന്ന് കയറി ഉള്ളി കയറിയിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ള അപ്പം ബുള്ളറ്റിൻ്റെ സ്വരം കേട്ടു. ഞാൻ കട്ടണ നീക്കി നോക്കിയപ്പോൾ കോളിംഗ് ബെല്ലടിച്ചിട്ട് കുറച്ച് നേരം നിന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് പിന്നെ ബുള്ളറ്റുമ്പോൾ കയറി പോയി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു. അപ്പം ഞങ്ങൾ ആ നേരത്തെ പോലീസിനെ വിളിച്ചു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ. അപ്പം അത് പക്ഷെ അപ്പോഴും അവർ എത്തിയിരുന്നില്ല. അങ്ങനെ പിന്നെ വന്നിട്ടാണ് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു, കടിച്ച് കൈമുറി എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഈ റൂമിൻ്റെ 2 ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോയിട്ട് അപ്പോഴും സാറുമാരെത്തിയിരുന്നില്ല. പിന്നെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെത്തി അവർ ഫോട്ടോ എടുക്കുന്നതൊക്കെ ചെയ്ത് ഞങ്ങൾ എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞിട്ട് പോയി. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം മുടക്കമില്ലാതെ 9ാം വർഷത്തിലേക്ക് കടന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന നിരാലംബർക്കാണ് സംഘടന കൈത്താങ്ങാകുന്നത്. 2017 മെയ് 16 ഡിവൈഎഫ്ഐ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറ് വിതരണം ആരംഭിച്ചത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ 1,66,3972 പൊതിച്ചോറുകൾ വിതരണം ചെയ്തുവെന്നാണ് കണക്ക്. കൂടാതെ രക്തദാന രംഗത്തും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി. രക്തദാനത്തിന് തുടർച്ചയായി 7ാം വർഷവും സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് തൃശൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐയെ തേടിയെത്തി. ജില്ലയിലെ 212 മേഖലാ കമ്മിറ്റികൾ വഴിയാണ് ഡിവൈഎഫ്ഐ ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഈ കാരുണ്യ പ്രവൃത്തികളുടെ വാർഷികാഘോഷം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. നിയുക്ത MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, ഡോക്ടർ സജിത്ത്, ഡോക്ടർ അഞ്ജലി, എറിൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷ ദിനത്തിൽ അമ്മാടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പൊതിച്ചോറ് വിതരണം. വാർഷികം പ്രമാണിച്ച് പായസവും കൂടി വിതരണം ചെയ്തു. ഇനിയും മുടക്കമില്ലാതെ പൊതിച്ചോറ് വിതരണവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. സംസ്ഥാന ഭരണമാറ്റത്തിന് പിന്നാലെ ഗുരുവായൂർ ദേവസ്വത്തിലും പുതിയ ഭരണസമിതിക്ക് സാധ്യത. നിലവിൽ ഭരണസമിതിയിൽ ഒരംഗത്തിന്റെ കുറവുണ്ട്. സെപ്റ്റംബർ 5 2 അംഗങ്ങളുടെ കാലാവധി അവസാനിക്കും. ജീവനക്കാരുടെ പ്രതിനിധിയും CPM അംഗവുമായ C മനോജ്, കേരള കോൺഗ്രസ് M പ്രതിനിധി മനോജ് B നായർ എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുക. ഇതോടെ സർക്കാരിന് 3 അംഗങ്ങളെ നിർദ്ദേശിക്കാൻ കഴിയും. സ്ഥിരം ഭരണസമിതി അംഗങ്ങൾ സർക്കാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്നതോടെ ഇപ്പോഴത്തെ ഭരണസമിതി ന്യൂനപക്ഷമാകും. 9 അംഗ ഭരണസമിതിയിൽ ജീവനക്കാരുടെ പ്രതിനിധി ഉൾപ്പെടെ 6 അംഗങ്ങളെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നത്. CPM പ്രതിനിധിയായി നിലവിലെ ചെയർമാൻ AV ഗോപിനാഥും CPI പ്രതിനിധിയായി MU ഷിനിജയും മാർച്ച് 15 ചുമതലയേറ്റത്. 2 വർഷ കാലാവധിയുണ്ടെങ്കിലും സെപ്റ്റംബറിൽ ഭരണസമിതിയുടെ ഭൂരിപക്ഷം ഇല്ലാതാകും. UDF പ്രതിനിധികളെത്തുന്നതോടെ നിലവിലെ ഭരണസമിതിക്ക് ഭരണപരവും വികസനപരവുമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിന്റെ ചൂട് പിടിച്ച് സെപ്റ്റംബർ മുതൽ ഗുരുവായൂർ ദേവസ്വം ഭരണവും UDF പക്ഷത്തേക്ക് മാറാനാണ് സാധ്യത. TCV ന്യൂസ്, ഗുരുവായൂർ.
കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി ലഹരി കേസുകളിലെ പ്രതി അറസ്റ്റിലായി. എടവിലങ്ങ് സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ സഹദിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. എടവിലങ്ങ് സ്കൂൾ പരിസരത്ത് നിന്നാണ് പോലീസ് സംഘം ഇയാളെ കഞ്ചാവുമായി പിടികൂടിയത്. പ്രതിയെ ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി ടി ബിജോയ്, സബ് ഇൻസ്പെക്ടർ വിവേക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കാണാതായ യുവാവിനെ ചെങ്ങാലൂർ സൂര്യഗ്രാമത്തുള്ള പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചെങ്ങാലൂർ സ്വദേശി 45 വയസ്സുള്ള പുല്ലോക്കാരൻ സലീഷാണ് മരിച്ചത്. വെള്ളിയാഴ്ച മുതൽ സലീഷിനെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പുതുക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. സലീഷിനായുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് പാറമടകളുടെ ചിത്രമെടുക്കാൻ വന്ന പുതുക്കാട് പഞ്ചായത്തിലെ ജീവനക്കാർ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പാറമടയിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു. ഡ്രൈവറാണ് സലീഷ്. കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പിടിയിൽ. നെന്മണിക്കര മടാവക്കര സ്വദേശി കുന്നൻ വീട്ടിൽ കൊച്ചുപോൾ എന്ന് വിളിക്കുന്ന രവിയെയാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കൊക്കാല അടയ്ക്ക മാർക്കറ്റ് റോഡിൽ ബന്ധുവായ പോളിനെ മരക്കട്ട ഉപയോഗിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി നീന്തൽ പരിശീലനം നടക്കുന്ന ഇടമാണ് മാള കുഴിക്കാട്ടുശ്ശേരിയിലെ മഷിക്കുളം. ഒരേക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കുളത്തിൽ ദിനംപ്രതി 100ഓളം പേരാണ് നീന്തൽ പരിശീലനത്തിന് എത്തുന്നത്. വേനലും വർഷവുമനുസരിച്ച് വെള്ളത്തിന് ചെറിയ നിറവ്യത്യാസമുള്ളതിനാലാണ് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള കുളത്തിന് മഷിക്കുളം എന്ന പേര് വന്നത്. കുഴിക്കാട്ടുശ്ശേരി ദേശത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്നതാണ് മഷിക്കുളം. കാർഷിക ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന കുളം 2 പതിറ്റാണ്ടായി നീന്തൽ പരിശീലനത്തിനു കൂടി പ്രയോജനപ്പെടുത്തുകയാണ് മൂത്തേടത്ത് ഹരിലാൽ. 5 വയസ്സു മുതലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 100ഓളം പേരാണ് എല്ലാ ദിവസവും നീന്തൽ പരിശീലിക്കാനെത്തുന്നത്. ഹരിലാലിനൊപ്പം CR സോണി, സജീവൻ ആളൂപ്പറമ്പിൽ, നവീൻ പോണോളി, ബിജുമോൻ മൂത്തേടത്ത്, എരിമൽ ജിനേഷ് എന്നിവരും പരിശീലകരായുണ്ട്. സമ്പൂർണ്ണ ജലസാക്ഷരത ലക്ഷ്യമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന വാർത്തകൾ കേട്ടാണ് ഇത്തരത്തിലൊരു ആശയം പാരമ്പര്യമായി കൈമാറി കിട്ടിയ മഷിക്കുളത്തിൽ നടപ്പിലാക്കിയതെന്ന് MS ഹരിലാൽ പറഞ്ഞു. ഞങ്ങൾ 6 പേരുണ്ട്. ഈ 6 പേരും പഞ്ചായത്തിൽ പോകുമ്പോൾ നിലവിലെത്ത വെള്ളത്തിൽ നിന്ന് പഠിക്കുക. 10 ദിവസം കൊണ്ട് എല്ലാവരും പൂർണ്ണമായി പഠിക്കും. കഴിഞ്ഞ വർഷം 6 പഞ്ചായത്ത് കിട്ടിയിരുന്നു. ഈ വർഷം ഒരു തൃശ്ശൂർ ജില്ല മുഴുവൻ കവർ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും കത്തയച്ചിട്ടുണ്ട്. ഞങ്ങൾ ജീവരക്ഷാ സ്വിമ്മിംഗ് അക്കാദമി എന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് ഇതെല്ലാം നടത്തുന്നത്. പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ വായു നിറച്ച ട്യൂബുകൾ ധരിപ്പിച്ചാണ് കുളത്തിലേക്ക് ഇറക്കുന്നത്. ഇതിനിടയിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള പ്രത്യേക പരിശീലനവും നൽകും. മഷിക്കുളത്തിന്റെ പാരമ്പര്യ അവകാശികളായ 17 പേരും ഹരിലാലിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ട്. TCV ന്യൂസ്, മാള. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 49 വർഷമായി ശ്രദ്ധേയ സാന്നിധ്യമായി തുടരുന്ന വിക്ടറി ITIയുടെ വാർഷികാഘോഷം ഒല്ലൂക്കരയിലെ ക്യാമ്പസിൽ വിപുലമായി നടന്നു. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് ഹെൽത്ത് അലൈഡ് കോഴ്സുകളുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. മണ്ണുത്തി വിക്ടറി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ ലഭിച്ച കേരള കമ്പ്യൂട്ടർ സാക്ഷരതാ മിഷൻ കോഴ്സുകളുടെ ഉദ്ഘാടനം ഒല്ലൂക്കര ഡിവിഷൻ കൌൺസിലർ ശ്യാമള മുരളീധരൻ നിർവഹിച്ചു. തുടർ വിദ്യാഭ്യാസ പദ്ധതികൾ പേട്രൺ മെമ്പർ മോഹൻ കള്ളാടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CITS പരീക്ഷ വിജയിച്ച ഇൻസ്ട്രക്ടർമാർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. NCVT KGCE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ട്രെയിനികൾക്കുള്ള അവാർഡുകളും മികച്ച ഇൻസ്ട്രക്ടർ, മികച്ച ട്രെയിനി, മികച്ച ക്ലാസ്, സർഗപ്രതിഭ എന്നീ അവാർഡുകളും ചടങ്ങിൽ സമ്മാനിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. ചാവക്കാട് തെക്കൻ പാലയൂരിൽ ടോറസ് ലോറി പാടത്തേക്ക് മറിഞ്ഞ അപകടത്തിൽ ആർക്കും പരിക്കില്ല. കരിങ്കല്ല് കയറ്റി വന്ന ടോറസ് ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിയുകയായിരുന്നു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്താണ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞത്. പെരുവല്ലൂർ സ്വദേശി ഡിജിലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ടോറസ് ലോറി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത തടസ്സവും വൈദ്യുതി തടസ്സവും ഉണ്ടായി. വാർഡ് കൌൺസിലർ ആരിഫ് പാലയൂർ, പൊതുപ്രവർത്തകരായ നൌഷാദ് തെക്കുംപുറം, അനീഷ് പാലയൂർ, KM സാദിഖ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മതിലകത്ത് കനത്ത കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു. കുളിമൂട്ടം നാണൻ മെമ്മോറിയൽ വായനശാലയ്ക്ക് സമീപം മുണ്ടേങ്ങാട്ടിൽ പത്മാക്ഷിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വീട് ഭാഗികമായി തകർന്നു. അപകട സമയത്ത് പത്മാക്ഷി വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KC ഗിരീഷ് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു.
കാഞ്ഞാണിയിൽ ബസ് ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിൽ. 6ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കണ്ടശാങ്കടവ് വിളക്കുംകാൽ സ്വദേശി നിജിൽ, കൂട്ടാളി എടമുട്ടം കഴിമ്പ്രം സ്വദേശി വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 6,21,48,251 രൂപയും 1 കിലോ 353 ഗ്രാം സ്വർണവും 13 കിലോ 245 ഗ്രാം വെള്ളിയും ലഭിച്ചു. ഈ ഭണ്ഡാരം വഴി 7 ലക്ഷത്തോളം രൂപയാണ് ലഭിച്ചത്. പുത്തൂർ കാലടി റോഡിൽ കാന നിർമ്മാണത്തിനിടെ മലമ്പാമ്പിനെ കണ്ടെത്തി. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടെയാണ് പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി മലമ്പാമ്പിനെ പിടികൂടി. പാലിയക്കര മേൽപ്പാലത്തിന് താഴെ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് മോഷണം പോയതായി പരാതി. തലൂർ സ്വദേശി തട്ടിൽ ഇമ്മു വീട്ടിൽ റിസിന്റെ ബൈക്കാണ് മോഷണം പോയത്. ലോറി ഡ്രൈവറായ റിസിൻ കഴിഞ്ഞ തിങ്കളാഴ്ച പാലത്തിനടിയിൽ ബൈക്ക് വെച്ച് ജോലിക്ക് പോയതായിരുന്നു. കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് ബൈക്ക് കാണാതായത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,385 രൂപ, പവന് 1,15,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മന്ത്രിസഭാ രൂപീകരണ ചർച്ച വേഗത്തിലാക്കി കോൺഗ്രസ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാകും. 5 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ച ലീഗ്. ടേം വ്യവസ്ഥയിൽ അതൃപ്തി പ്രകടമാക്കി മാണി സി കാപ്പനും അനൂപ് ജേക്കബും. പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടനിൽ നിന്ന് പിടിച്ചെടുത്തത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ഇന്ധനവില വർധന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കും. നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലയേറും. ഇന്ധനവില വർധനവിൽ നടുവൊടിഞ്ഞ് സ്വകാര്യ ബസ് വ്യവസായം. CPM നടത്തറ ചേരുംകുഴി ബ്രാഞ്ച് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. ബൈക്കിലെത്തിയ 2 അംഗ സംഘമാണ് ബോംബെറിഞ്ഞത്. തൃശൂരിൽ നഗരയാത്രികരെ വലച്ച പോലീസിന്റെ ബാരിക്കേഡുകൾ. പൂരം സുരക്ഷയ്ക്കായി എത്തിച്ച ബാരിക്കേഡുകളാണ് അലക്ഷ്യമായി റോഡിലെത്തിയിരിക്കുന്നത്. തൃശൂർ നഗരമധ്യത്തിലെ ഫ്ളാറ്റിൽ യുവതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ്. തമിഴ്നാട് സ്വദേശി പളനിസ്വാമിയെയാണ് തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.